ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന കാർഡെന്ന് വെച്ചാൽ ഹെൽത്തി ചോയ്സസ് എന്ന് പറയുന്നൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഹെൽത്തി ചോയ്സസ്, പിന്നെ അഡിക്ഷൻ, ഓക്കെ. പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവസാനം വന്നിരിക്കുന്നത് ബോട്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറക്കിൾ കാർഡ്സ്. അപ്പോൾ ഇവിടെ ഓറക്കിൾ കാർഡ് ഓവറോൾ ആയിട്ടുള്ള എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒഴുക്കുകളിലൂടെ ഇങ്ങനെ സഞ്ചാരം തുടരുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി വന്നിരിക്കുന്നത്. ബോട്ടിൻ്റെ എനർജിയാണ്. അതുപോലെ ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ. ഓക്കെ, ഈ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയുന്നത് ജനിക്കുന്നത് വെള്ളത്തിലാണ്, പക്ഷെ പിന്നീട് അത് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ആകാശത്തിലാണ്, അല്ലേ? അതുപോലെയുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അഡിക്ഷൻ എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ചില ആളുകൾ ചില സ്വഭാവങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയാത്തത് ഓർത്ത് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്വഭാവം മാറ്റണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ആ സ്വഭാവം ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗുണമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അത് മാറ്റാൻ പറ്റുന്നില്ല. അതായത് ചില അഡിക്ഷൻസ്. ഓക്കെ, ഹെൽത്തി ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗുണമുള്ളതാകണം എന്ന് പറയും. ചോയ്സ് എപ്പോഴും, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ മരിക്കണോ അതോ ജീവിക്കണോ എന്നാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ജീവിക്കണം എന്ന് തന്നെ എടുക്കണം. എപ്പോഴും അവനവനെ ചൂസ് ചെയ്യുക. അതായത് നമ്മളെപ്പോഴും പറയും പോലെ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക, ബീയിങ് ഹാപ്പിയർ എന്ന് പറയില്ലേ, അതുപോലെ. ഇപ്പം എല്ലാവരും പറയുന്നതാണ് ഇപ്പം സെൽഫ് ലവ് ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളൊരു വാക്ക് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ പറഞ്ഞിപ്പം ആളുകൾ എടുക്കുന്നത് വേറൊരു രീതിയിലാണ്. എന്ന് വെച്ചാൽ ഐ ഡോണ്ട് കെയർ വാട്ട് യു ഡു, നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും എനിക്കൊരു പ്രശ്നമല്ല, ഐ ലവ് മൈസെൽഫ്, ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത്. അപ്പം അങ്ങനെ അല്ല സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യേണ്ടത്. അങ്ങനെയല്ല. സെൽഫ് ലവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ആളിനെയും കൂടെ കൺസിഡർ ചെയ്യും, പക്ഷേ നമ്മൾക്ക് ആളിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ സെൽഫ് ലവ് ചെയ്യണം. മറ്റേയാളിനെ കൺസിഡർ ചെയ്യാതെയുള്ള സെൽഫ് ലവ് അല്ല സെൽഫ് ലവ്. നമുക്ക് തന്നെ ഇങ്ങനെ പവർ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചുറ്റുമുള്ള ആൾക്കാരുടെ പ്രവർത്തികൾ എന്ത് തന്നെ ആയിരുന്നാലും അവർ നമ്മളോട് കാണിക്കുന്ന ഇമോഷൻസ് എങ്ങനെയുള്ളതായിരുന്നാലും അത് നമ്മളെ ഒരു രീതിയിലും അത് ഹർട്ട് ചെയ്യില്ല. അതിനെ നമ്മൾ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയും. അവർക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ കരയണോ? അങ്ങനെയല്ല. അവർക്ക് എന്ത് ഇമോഷൻസ് വന്നിരുന്നാലും നമ്മളെങ്ങനെ തിരിച്ച് പെരുമാറണമെന്നുള്ളത് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കണം. മറ്റൊരാളിൻ്റെ പ്രവൃത്തിയോ വാക്കുകളോ വെച്ചിട്ട് നമ്മളെ ഇമോഷൻസ് ചേഞ്ച് ആവാൻ പാടില്ല. അതാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ലവിൻ്റെ
ഒരു ഭാഗമെന്ന് പറയുന്നത്, സെൽഫ് ലവ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊരു ഭാഗമെന്ന് പറയുന്നത് ഈ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ്. അവൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവൻ ജീവിച്ചാലും അവൻ മരിച്ചാലും അവന് ഹേർട്ട് ചെയ്തിരുന്നാലും അവൻ കരഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് സെൽഫ് ലവ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്നത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത്, അപ്പോൾ ഇതാണ് നമ്മുടെ ഓറക്കിൾ കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ടാരോട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ചില അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങൾക്കുണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. ഡെവിളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾ സ്റ്റക്കാണ്. ചിലരോടുള്ള ചില ഉയർന്ന രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്, എല്ലാ രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാം. അത് ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിങ്ങൾ സ്റ്റക്കാണെന്നാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ചാലഞ്ചസ് എന്ന് പറയുന്നത് ചില പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ, മുന്നേ നടന്ന കാര്യങ്ങൾ നിങ്ങളെ നല്ലതുപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഫീലിങ്സിനത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടായി എന്നാണ് എനിക്ക് മനസ്സിലായത്. ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളുണ്ടായി. ഇതിൽ ഒരാൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ പെട്ടെന്ന് വിദേശത്ത് പോയതായി തോന്നുന്നു. മറ്റു ചിലർക്ക് സ്ഥിതിഗതികളിൽ വിചാരിക്കാതിരുന്ന സമയത്ത് പല മാറ്റങ്ങളും സംഭവിച്ചു. അത് നിങ്ങളെ നല്ലതുപോലെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വളരെ അടുത്തായിട്ട് റീസെൻ്റ് പാസ്റ്റിൽ നിങ്ങളെ ജീവിതത്തിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരുപാട് നല്ല രീതിയിലുള്ള ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഓവർകം ചെയ്തിരിക്കുന്നു. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളതിനെ ഓവർകം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലായത്. ഇപ്പോഴുള്ള എനർജി എന്ന് വെച്ചാൽ കാര്യങ്ങൾ നല്ല രീതിയിലായിട്ട് വരാൻ തുടങ്ങുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിൽ കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രസ് ഉണ്ടാവും. ഈ കാര്യങ്ങളിൽ നല്ല രീതിയിൽ വന്നതിൽ തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് പ്രോഗ്രസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പല കാര്യങ്ങൾക്കും ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും. മാറാതിരിക്കുന്ന പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരും. കുറച്ചുകൂടി വേഗത്തിൽ പല കാര്യങ്ങളും നടക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് റീഡിംഗ് ആണല്ലോ, പാർട്ട്ണർ ഉണ്ടെങ്കിൽ പാർട്ട്ണറിൻ്റെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ പല കാര്യങ്ങളും തീരുമാനമെടുക്കാതെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലായത്. ഓക്കെ, വേറെയും ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആൾ നോക്കുന്നുണ്ട്. അതുപോലെ വിദേശത്ത് പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നൊക്കെ ആൾ നോക്കുന്നുണ്ട്. അങ്ങനത്തെ ചില പ്ലാനിങ് ഒക്കെ ആളിൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് അത് ഫേമാണ്. നിങ്ങൾ നിലത്തുറച്ച് ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ നിന്നും മാറില്ല എന്നുള്ളൊരു രീതിക്കാണ് നിങ്ങളുടെ തീരുമാനം, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റും അതുപോലെ ഒരു ഷെയറിങ് ഓഫ് ഹാപ്പിനെസ് ഒക്കെയാണ്. നിങ്ങൾക്ക് സന്തോഷം വേണം. ലാസ്റ്റായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രവൃത്തികളും കർമ്മങ്ങളും കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ഫുൾഫിൽമെൻറ്റ് വേണം. അതുപോലെ റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിലൊരു ഹാർമണി വേണം. ഓക്കെ, അപ്പോൾ ഇപ്പം നടക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ കാര്യങ്ങൾ സന്തോഷപരമായിട്ട് വീട്ടിൽ ഫാമിലിയിലായിരുന്നാലും നിങ്ങളുടെ മറ്റു ബന്ധങ്ങളിലായിരുന്നാലും നല്ല ഒരു രീതിക്ക് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഓക്കെ, ഷെയറിങ് ലവ് ആൻഡ് ഹാപ്പിനെസ്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം ഒരുപാട് 2 ചോയ്സസൊക്കെ ഉണ്ട്, ഏത് ഓപ്ഷൻ എടുക്കണം എന്നുള്ള ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരും ഇപ്പോൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. എല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രോഗ്രസ് മുന്നോട്ട് കാണുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിൽ നിന്നും അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഒരു ഷോർട്ട് റീഡിംഗ് ആയിരുന്നു.
മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ബൈ.